നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള കീചകവധപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു കഥാഭാഗമാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ല് തന്നെ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇത് കഥകളിലൂടെയൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. കീചകനെ വധിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ മഹാഭാരതം പല പുസ്തകങ്ങളും ഉണ്ടെങ്കിൽ ഇത്രയും വിശദമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ അതേപടി തർജ്ജമ ചെയ്തിട്ടുള്ളത് വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ പുസ്തകത്തിലാണ്. DC ബുക്സ് 6 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം ഇന്നലത്തെ കഥാഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോ കേൾക്കുക. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങൾ ആരംഭിക്കുകയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. സൂതപുത്രനായിട്ടുള്ള കീചകൻ്റെ ഉപദ്രവമേറ്റ ദ്രൗപദി കൊല്ലണമെന്നുള്ള ഉറച്ച തീരുമാനവുമായി തൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. പിന്നീട് അവൾ പോയി കുളിച്ച് വസ്ത്രം വൃത്തിയാക്കി ശരീരവും വെള്ളവും ഒഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി. അവൾ കരഞ്ഞുകൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാക്കിയവനെ കൊല്ലാൻ വേണ്ട വഴി ആലോചിച്ചു. ഇനി ഞാൻ എന്തു ചെയ്യും? എവിടെ പോയി സങ്കടം പറയണം? ഈ പ്രശ്നം എങ്ങനെ തീരും? ഇപ്രകാരം ചിന്തിച്ച് അവൾ മനസ്സുകൊണ്ട് ഭീമനെ തന്നെ കണ്ടെത്തി. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടത്തി തരാൻ ഭീമനല്ലാതെ മറ്റാരുമില്ല. അവൾ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് കിടക്ക വിട്ടിറങ്ങി. ഭർത്താവുണ്ടായിട്ടും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലായ ദ്രൗപദി ഭർത്താവിനെ തേടി പുറപ്പെട്ടു. വലിയ മാനസിക വിഷമത്തിലകപ്പെട്ട സ്ത്രീ ഭീമസേനൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. എന്നെ ദ്രോഹിച്ച പാപിയായിട്ടുള്ള സൈന്യാധിപൻ ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങ് ഇപ്രകാരം സുഖമായി ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തഞ്ചേടിയായിട്ടുള്ള സ്ത്രീ ആ മുറിയിൽ ചെന്ന് കയറി. ഭീമൻ സിംഹത്തെപ്പോലെ ശ്വാസമെടുത്ത് കിടക്കുന്നുറങ്ങുന്നത് അവൾ കണ്ടു. അടുക്കളയിൽ ഭീമൻ്റെ അരികിൽ ചെന്ന് നിൽക്കുന്ന നിർമ്മലമായ ചിരിയുള്ള ആ ദ്രൗപദി കാളക്കുട്ടിയെ കൊതിച്ച് അടുത്തിയെന്ന പശുക്കിടാവിനെ പോലെ രോമാഞ്ചത്തോടെ അവിടെ നിന്നു. അവനെ കൈകൊണ്ട് തഴുകി കാട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ പെൺസിംഹം എന്ന പോലെയും പിടിയാനെ കൊമ്പനാനി എന്ന പോലെയും ദ്രൗപദി ഭീമസേനനെ ഉണർത്തി. വീണാനാഥം പോലെ മധുരമായിട്ടുള്ള ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ഭീമ, അങ്ങ് എന്താണ് ഇത്തരത്തിൽ മരിച്ചതുപോലെ കിടന്നുറങ്ങുന്നത്? അങ്ങ് മരിച്ചിട്ടില്ലെങ്കിൽ ഭാര്യയെ തൊട്ട് ആ ദുഷ്ടൻ ജീവിച്ചിരിക്കുമോ? രാജകുമാരി ഉണർത്തിയപ്പോൾ അവൻ കിടക്കയിൽ എഴുന്നേറ്റു. മെത്തയിൽ കൈകുത്തി ഗംഭീരമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ട് അവൻ നിവർന്നിരുന്നു. ഭീമൻ ചോദിച്ചു, പ്രിയേ, എന്ത് ആപത്ത് കാരണമാണ് ഇപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വന്നത്? നിന്റെ മുഖം പഴയതുപോലെ അല്ലല്ലോ കാണുന്നത്. വല്ലാതെ ബാടി വിളറിയിട്ടുണ്ടല്ലോ. എല്ലാം വിശദമായി പറയൂ. ഞാൻ ശരിയായി എല്ലാം കേൾക്കട്ടെ. വേണ്ടത് ചെയ്യാം. എന്തെന്നാൽ ഞാനാണ് എപ്പോഴും നിന്നെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. പറയാനുള്ളതൊക്കെ വേണ്ടതുപോലെ പറഞ്ഞ് മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് നീ നിന്റെ മെത്തയിൽ പോയി കിടന്നുകൊള്ളുക. ദ്രൗപദി പറഞ്ഞു, യുധിഷ്ഠിരനെ ഭർത്താവായി ലഭിച്ച സ്ത്രീക്ക് ദുഃഖമില്ലാതെ ഇരിക്കാൻ എങ്ങനെ സാധിക്കും? എല്ലാ ദുഃഖവും നേരിട്ടറിഞ്ഞ് അങ്ങ് ഇതെന്താണ് ചോദിക്കുന്നത്? അന്ന് ആ സഭയിൽ പ്രതിഗാമി എന്നെ കൊണ്ടുവന്നതും ദാസിയെന്ന് വിളിച്ച് അവമാനിച്ചതും ഓർത്ത് ഇന്നും എൻ്റെ മനസ്സ് നീറുകയാണ്. പാഞ്ചാലി അല്ലാതെ ഏത് രാജകുമാരിയാണ് ഇത്തരം വലിയ സങ്കടങ്ങൾ സഹിച്ച് ജീവിക്കുക? വനവാസത്തിൽ കഴിയുമ്പോഴല്ലേ ദുഷ്ടനായിട്ടുള്ള ജയദ്രഥൻ എന്നോട് മോശമായിട്ട് പെരുമാറിയത്? ഏതൊരുവളാണ് ഈ അപമാനം സഹിക്കുക? വിരാട രാജാവിൻ്റെ മുന്നിൽ വെച്ച് ആ ചൂതാട്ടക്കാരനായിട്ടുള്ള രാജാവ് നോക്കി നിൽക്കുകയല്ലേ കീചകൻ എന്നെ പിടികൂടിയത്? എന്നെപ്പോലെയുള്ള ഏതൊരു സ്ത്രീയാണ് ഇത് സഹിച്ച് ജീവിക്കുക? ഇപ്രകാരം പല കഷ്ടപ്പാടുകളും സഹിച്ച് എന്നെ അങ്ങ് മനസ്സിലാക്കുന്നില്ല. എൻ്റെ ദുഃഖത്തിൻ്റെയും അവമാനത്തിൻ്റെയും ആഴം അങ്ങ് അറിയുന്നില്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലം? ആ പാപിയായിട്ടുള്ള കീചകൻ സൈന്യാധിപനാണ്, രാജ്ഞിയുടെ സഹോദരനുമാണ്. സൈരന്ധ്രിയായി കൊട്ടാരത്തിൽ താമസിക്കുന്ന എന്നോട് അവൻ പലപ്പോഴും വന്ന് പറയാറുണ്ട്, നീ എൻ്റെ ഭാര്യയാകണം സൈരന്ധ്രിയെന്ന്. കൊല്ലപ്പെടേണ്ടവനായിട്ടുള്ള ആ പാപി ഇപ്രകാരം പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ കരളിൽ എനിക്ക് വലിയ വേദന തോന്നുകയാണ്. മോശമായിട്ടുള്ള ചൂതാട്ടക്കാരനായിട്ടുള്ള ആ ജ്യേഷ്ഠനെയാണ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ഈ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. രാജ്യവും സമ്പത്തും ആത്മാവും വരെ പണയം വെച്ച് ഇല്ലാതാക്കാൻ ആ മോശം ചൂതാട്ടക്കാരനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര പണയം വെച്ചാലും തീരാത്തത്രയും സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ആനയും കുതിരകളും വാഹനങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ചൂതുകളിയിൽ തോറ്റ് എല്ലാം നശിപ്പിച്ചില്ലേ? ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഓർത്ത് ബുദ്ധിശൂന്യനെ പോലെ അദ്ദേഹം മിണ്ടാതിരിക്കുന്നു. പൊന്മാലിയിട്ട 10,000 കുതിരകളും അത്ര തന്നെ ആനകൾ അകമ്പടിയായിട്ടുണ്ടായിരുന്ന ഈ യുധിഷ്ഠിര രാജാവിനെ ഇങ്ങനെ ചൂതുകളി കണ്ട് ജീവൻ കളയേണ്ട വല്ലോ കാര്യവുമുണ്ടോ? 100 കണക്കിന് രഥങ്ങളുമായി പ്രതാപികളായിട്ടുള്ള രാജാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരനെ മടങ്ങി നിന്നിരുന്നില്ലേ? അവിടെ സത്യാലയത്തിൽ ലക്ഷക്കണക്കിന് ദാസിമാർ രാവും പകലും അതിഥികളെ സൽക്കരിച്ചിരുന്നില്ലേ? ചോദിച്ചു വരുന്നവർക്കൊക്കെ സ്വർണം ദാനം ചെയ്തിരുന്നില്ലേ? അങ്ങനെയുള്ള രാജാവാണ് ചൂതുകളി മൂലം ഇത്ര വലിയ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. മധുരമായി പാടുന്നവർ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പ്രഭാതത്തിലും വൈകുന്നേരവും അദ്ദേഹത്തെ പൂഴ്ത്തി പാടിയിരുന്നു. തപസ് ചെയ്യുന്നവരും അറിവുള്ളവരുമായിട്ടുള്ള ആയിരക്കണക്കിന് മഹർഷിമാർ സഭയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. 30,000 ദാസിമാരെയും 18,000 പണ്ഡിതന്മാരെയും അദ്ദേഹം സംരക്ഷിച്ചിരുന്നു. മറ്റാരോടും ഒന്നും ചോദിക്കാതെ അങ്ങനെ ജീവിച്ചിരുന്ന രാജാവാണ് ഇപ്പോൾ ഇവിടെ ഈ അവസ്ഥയിൽ കഴിയുന്നത്. ദയയോടെ സകല സമ്പത്തും ദാനം ചെയ്തിരുന്ന രാജാവാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയത്. ഇന്ദ്രപ്രസ്ഥത്തിൽ വാണിരുന്നെന്ന് സമയം നോക്കി രാജാക്കന്മാർ കാഴ്ചദ്രവ്യങ്ങളുമായി കാത്തു നിന്നിരുന്ന രാജാവാണ് ഇന്ന് മറ്റൊരാളുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നത്. ഭൂമി ഭരിച്ചിരുന്ന രാജാക്കന്മാർ ആരുടെ കീഴിലായിരുന്നോ ഇന്ന് ആ രാജാതിരാജൻ അവരുടെ കീഴിൽ നിൽക്കുകയാണ്. തിളക്കം കൊണ്ട് സൂര്യനെ പോലെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചിരുന്ന യുധിഷ്ഠിരൻ ഇപ്പോൾ വിരാടൻ്റെ ഒരു സഭാംഗമാണത്രേ. സഭയിൽ മുനിമാരോടുകൂടി രാജാക്കന്മാരാൽ സേവിക്കപ്പെട്ടിരുന്ന യുധിഷ്ഠിരൻ ഇപ്പോൾ മറ്റൊരാളെ സേവിക്കുന്നത് ഭീമ, നീ കാണുന്നില്ലേ? മറ്റൊരാളെ സേവിച്ച്
അയാളെ സന്തോഷിപ്പിച്ച് യുധിഷ്ഠിരൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ വരികയാണ്. അതിന് അർഹതയില്ലാത്തവനും ബുദ്ധിമാനും ധർമ്മിഷ്ഠനുമായിട്ടുള്ള യുധിഷ്ഠിരൻ വെറും ഭക്ഷണത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് സങ്കടം തോന്നാത്തത്? ഭീമ, ലോകം മുഴുവൻ ബഹുമാനിച്ചവൻ ഇന്ന് മറ്റൊരാളെ ചെന്ന് ആരാധിക്കുകയല്ലേ ചെയ്യുന്നത്? ഇപ്രകാരം പലതരം ദുഃഖങ്ങൾ അനുഭവിച്ച് അനാഥയെ പോലെ കടലിൽ താഴ്ന്നുപോയ എന്നെ ഭീമ നീ കാണുന്നില്ലേ? ദ്രൗപദി പറഞ്ഞു, ഭീമ, ഞാൻ എൻ്റെ ഭയങ്കരമായിട്ടുള്ള സങ്കടം നിന്നോട് പറയാം. എന്നോട് ദേഷ്യപ്പെടരുത്. സഹിക്കാൻ കഴിയാത്തത്ര ദുഃഖം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അങ്ങ് പാചകക്കാരനായി വല്ലവനായതിൽ ആരാണ് ദുഃഖിക്കാത്തത്? മത്സ്യരാജാവിൻ്റെ പാചകക്കാരനായിട്ടുള്ള വല്ലവനായിട്ടല്ലേ ജനങ്ങൾ അങ്ങേ അറിയുന്നത്? മറ്റൊരാളുടെ ദാസനാകുന്ന ഇതിനേക്കാൾ താഴ്ന്ന ജോലി വേറെയുണ്ടോ? അടുക്കളപ്പണി കഴിഞ്ഞതിന് ശേഷം വിരാടനെ സേവിക്കുന്നു. അങ്ങ് പാചകക്കാരനായി എന്ന കാര്യത്തിൽ എൻ്റെ ഹൃദയം തകർന്നു പോയിരിക്കുകയാണ്. രാജാവ് സന്തോഷത്തോടെ അങ്ങേക്കൊണ്ട് മൃഗങ്ങളുമായിട്ട് മല്ലയുദ്ധം നടത്തുമ്പോൾ അന്തഃപുര സ്ത്രീകൾക്കൊക്കെ ചിരിയാണ്. എനിക്കാണെങ്കിൽ ഹൃദയം നുറുങ്ങുകയാണ്. നീ പോത്ത്, പുലി, സിംഹം തുടങ്ങിയവരോട് എതിരിടുമ്പോൾ സുദേഷണ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലും എനിക്ക് ഹൃദയത്തിൽ പേടിയാണ്. എൻ്റെ മുഖം തെളിയാത്തത് കണ്ട് സുദേഷണ എല്ലാ ദാസിമാരോടും പറയും. അപ്പോൾ ദാസികളൊക്കെ സുദേഷണയോട് പറയാറുണ്ട്, ആ മഹാവീരനെ നോക്കി ഈ സുന്ദരി സങ്കടപ്പെടുന്നത് നോക്കൂ. ഒന്നിച്ച് കഴിയുന്നത് കൊണ്ടുണ്ടായ സ്നേഹം കാരണമായിരിക്കാം ഈ സഹതാപം. സൈരന്ധ്രി സുന്ദരിയാണ്, വല്ലവൻ സുന്ദരനുമാണ്. രണ്ടുപേരും രൂപം കൊണ്ടും ഗുണം കൊണ്ടും യോജിച്ചവരാണ്. സ്ത്രീകളുടെ മനസ്സ് ആർക്കറിയാം? ഈ രാജകൊട്ടാരത്തിൽ ഒരേ കാലത്ത് വന്ന് താമസിക്കുന്നവർ പരസ്പരവും കണ്ടുമുട്ടാറുള്ളതുകൊണ്ട് സ്നേഹം തോന്നിയിട്ടുണ്ടാവാം. ഇതുകൊണ്ടായിരിക്കാം സൈരന്ധ്രയ്ക്ക് വല്ലവനോട് ഈ ദയ തോന്നുന്നത്. ഇപ്രകാരം പറഞ്ഞവർ എന്നെ എപ്പോഴും പരിഹസിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ആ ദേഷ്യം അവരുടെ വാക്കുകളെ ശരിവെക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ ദുഃഖത്തിലാണ്ടുപോകും. ഭയങ്കര പരാക്രമിയായിട്ടുള്ള അങ്ങ് ഈ നരകതുല്യമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുമ്പോൾ യുധിഷ്ഠിരൻ കാരണമുണ്ടായിട്ടുള്ള ദുഃഖക്കടലിൽ മുങ്ങിത്താഴുന്ന എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാതായിരിക്കുന്നു. ദേവന്മാരെയും മനുഷ്യരെയും ഒക്കെ ജയിച്ച ആ യുവാവ് വിരാടൻ്റെ പെൺമക്കളെ നൃത്തം പഠിപ്പിക്കുന്നവനായി മാറി. തീ കനലിനടിയിൽ മറിഞ്ഞരിക്കുന്നത് പോലെ മഹാനായിട്ടുള്ള അർജുനൻ തൻ്റെ കഴിവുകളെല്ലാം മറച്ചുവെച്ച് അന്തഃപുരത്തിൽ കഴിയുന്നു. ശത്രുക്കൾക്കൊക്കെ പേടിയുണ്ടാക്കുന്ന ധനഞ്ജയൻ ലോകം പരിഹസിക്കുന്ന വേഷമല്ല ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. വില്ലിൻ്റെ ഞാൻ വലിച്ചിട്ട് തഴമ്പിച്ച് അവൻ്റെ കൈകൾ ശംഖുവിളകൾ കൊണ്ട് മൂടി അവൻ സങ്കടത്തോടെയല്ലേ കഴിയുന്നത്. അവൻ്റെ വില്ലിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ശത്രുക്കൾ പേടിച്ചോടുമായിരുന്നു. ഇപ്പോൾ എന്തൊരു വിപരീതമാണ് സംഭവിച്ചത്. അവൻ്റെ പാട്ട് കേട്ടിപ്പോൾ ചുറ്റും സ്ത്രീകൾ കൂടുന്നു. സൂര്യനെ പോലെയുള്ള സ്വർണ്ണക്കിരീടം തലയിൽ വെച്ചിരുന്നവൻ ഇപ്പോൾ തലയിൽ മുടി മുന്നിയിട്ട് നടക്കുകയാണ്. വലിയ വില്ലേന്തിയ ധനഞ്ജയനെ തലക്കെട്ട് കെട്ടിയ വേഷത്തിൽ പെൺകുട്ടികളുടെ ഇടയിൽ കാണുമ്പോൾ ഭീമ, എൻ്റെ മനസ്സ് തളർന്നു പോവുകയാണ്. ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ അറിയുന്നവനായിട്ടുള്ള ആ മഹാത്മാവ് ഇപ്പോൾ വെറും കമ്മലുകൾ ധരിച്ച് നടക്കുന്നു. ധൈര്യം കൊണ്ട് എതിരില്ലാത്തവനും യുദ്ധത്തിൽ സകല രാജാക്കന്മാരെയും മണൽത്തരി പോലെ തട്ടിമാറ്റുന്നവനുമായിട്ടുള്ള ആ ധീരൻ വിരാടൻ്റെ പെൺകുട്ടികൾക്ക് നർത്തകനായി മാറി വേഷം മാറി കഴിയുകയാണ്. രഥത്തിൻ്റെ ഒച്ചകൊണ്ട് കാടും മലയും സർവ്വചരാചരങ്ങളും അടക്കിയ ഭൂമിയെ വിറപ്പിച്ചിരുന്ന ആ ധീരനുണ്ടായപ്പോൾ കുന്തിയുടെ ദുഃഖമൊക്കെ മാറിയതായിരുന്നു. അവൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ എൻ്റെ ഹൃദയം ദുഃഖത്തിൽ മുങ്ങിപ്പോകുന്നു. സ്വർണ്ണ കമ്മലുകളിട്ട് ശംഖുവള അണിഞ്ഞ അവൻ വരുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് വാടിപ്പോകുന്നു. അർജുനൻ ചുറ്റും പെൺകുട്ടികളുമായിട്ട് ആടിപ്പാടി നടക്കുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ടുള്ള അർജുനനെ പെൺവേഷത്തിൽ കാണുമ്പോൾ സങ്കടമാകുന്നു. വിരാടൻ്റെ സേവകനായി ആണിനും പെണ്ണിനും ഇടയിലുള്ള രൂപത്തിൽ അർജുനനെ കാണുമ്പോൾ സങ്കടം കൊണ്ട് കണ്ണ് കാണാത്ത അവസ്ഥയിൽ ഞാൻ കുഴങ്ങിപ്പോവുകയാണ് ഭീമ. അർജുനൻ്റെ കഷ്ടപ്പാട് അങ്ങും യുധിഷ്ഠിരനെ അറിയുന്നില്ല. അദ്ദേഹം ചൂതുകളിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ. ഇപ്രകാരം പശുക്കളുടെ ഇടയിൽ അഞ്ജനായിട്ടുള്ള സഹദേവനെ കാളയെപ്പോലെ കണ്ടിട്ട് ഞാൻ വല്ലാതെ വാടിപ്പോകുന്നു. സഹദേവൻ്റെ ജോലിയെക്കുറിച്ചിട്ട് വീണ്ടും വീണ്ടും ചിന്തിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല. ഭീമ, പിന്നെ എവിടെയാണ് എനിക്ക് സന്തോഷം? സഹദേവൻ സത്യവാനും പരാക്രമിയുമാണ്. അവൻ ഈ മോശം അവസ്ഥയിൽ എത്തിപ്പെടാൻ പാടില്ലായിരുന്നു. നിന്റെ പ്രിയപ്പെട്ട അഞ്ജനെ കണ്ട് ഞാൻ ദുഃഖിക്കുകയാണ്. ഇടയന്മാരുടെ മുന്നിലായി പുറപ്പെട്ട് സഹദേവൻ വിരാടനെ പോഴ്ത്തുന്നത് കാണുമ്പോൾ എനിക്ക് പനി പിടിക്കുന്നത് പോലെ തോന്നുകയാണ്. സഹദേവൻ നല്ല സ്വഭാവ ഗുണമുള്ളവനും മാന്യനും ഉന്നതകുല ജാതനുമാണെന്ന് കുന്തിദേവി എപ്പോഴും പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവനെ കാട്ടിലെത്തുമ്പോൾ നീ രാത്രിയിൽ ശ്രദ്ധിക്കണം ദ്രൗപദി എന്ന് എൻ്റെ കുന്തിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വനത്തിലേക്ക് പോകുമ്പോൾ കുന്തിദേവി എന്നെ തഴുകി ആശ്വസിപ്പിക്കുമ്പോൾ പറഞ്ഞ ആ വാക്കുകൾ എപ്പോഴും ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെ ചാണകത്തിൽ രാത്രി കിടക്കുന്ന കഥ ഓർക്കുമ്പോൾ ആ വീരനെ കണ്ട് ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോന്നു. സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനും രൂപവാനും അസ്ത്രവിദ്യ അറിയുന്നവനും ബുദ്ധിമാനുമായിട്ടുള്ള നകുലൻ മത്സ്യരാജാവിൻ്റെ കുതിരക്കാരനായിരിക്കും. ആ ഗ്രന്ഥികനെ കാണുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ്. മഹാരാജാവ് നോക്കി നിൽക്കുമ്പോൾ അവൻ കുതിരകളെ പരിശീലിപ്പിക്കുന്ന കാണുമ്പോൾ ദുഃഖിച്ച് ഞാൻ തളർന്നു പോകുന്നു. ഐശ്വര്യവാനായി വിളങ്ങുന്ന തവൻ മത്സ്യരാജാവിനെ സ്നേഹിച്ച് നിൽക്കുന്നതും കുതിരക്കൂട്ടങ്ങളെ കാണിച്ചു നിൽക്കുന്നതും കാണുമ്പോൾ ഞാൻ എങ്ങനെ സുഖമുള്ളവളായി കഴിയും? അല്ലയോ ഭീമ, ധർമ്മപുത്രർ കാരണം ഞാൻ നൂറുകണക്കിന് ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അതിലും വലുതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. അതും ഞാൻ നിന്നോട് പറയാം. ദ്രൗപദി തൻ്റെ ദുഃഖം തുടരുകയാണ്. ഞാൻ സൈരന്ധ്രിയായി വേഷം ധരിച്ച് കൊട്ടാരത്തിൽ നടക്കുകയും സുദേഷനെ ഒരുക്കുകയും ചെയ്ത് ജീവിക്കേണ്ടി വന്ന ഈ മോശം അവസ്ഥ ഈ ചൂതാട്ടം വരുത്തി വെച്ചതല്ലേ? ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ, രാജകുമാരിയായിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ള ഈ വലിയ മാറ്റം നീ നോക്കൂ. മനുഷ്യരെല്ലാം ദുഃഖമില്ലാതാക്കാൻ ശ്രമിക്കണമെന്നും ജയപരാജയങ്ങളും കാര്യങ്ങൾ സാധിക്കുന്നതും സ്ഥിരമല്ലെന്നും ചിന്തിച്ച് ഒരിക്കൽ പരാജയപ്പെട്ടാലും മറ്റൊരിക്കൽ വിജയമുണ്ടാകുമെന്ന് കരുതി ഭർത്താക്കന്മാരുടെ ഉയർച്ച ആഗ്രഹിച്ച് ഞാൻ ക്ഷമയോടെ ഇപ്പോൾ കഴിയുകയാണ്. കാലചക്രം തിരിയുമ്പോൾ നേട്ടവും കോട്ടവും മാറി മാറി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഭർത്താക്കന്മാരുടെ ഉയർച്ച കാത്ത് ജീവിക്കുന്നത്. ഏതൊന്നാണോ മനുഷ്യർക്ക് വിജയത്തിന് കാരണമാകുന്നത് അതുതന്നെയാവാം പരാജയത്തിനും കാരണമാകുക എന്ന് കരുതി ഞാൻ ക്ഷമയോടെ ഇരിക്കുകയാണ്. ഭീമ, ഞാൻ മരിച്ചുപോയി എന്ന് നീ വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കേണ്ട.
ഒരിക്കൽ ദാനം ചെയ്തവൻ പിന്നീട് യാചകനായേക്കാം. മറ്റൊരാളെ കൊല്ലാൻ കരുത്തുള്ളവൻ മറ്റൊരാളാൽ കൊല്ലപ്പെട്ടേക്കാം. ഇതൊക്കെ കാലത്തിൻ്റെ മാറ്റത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിനാണ് പ്രാധാന്യമെന്ന് ഞാൻ ദൈവത്തിന് അധീനമാണെന്ന് കരുതി പ്രകാരം ഒതുങ്ങി ജീവിക്കുകയാണ്. സമുദ്രത്തിൽ നിന്ന് ആവിയായി ആകാശത്തിലേക്ക് പോകുന്ന ജലം വീണ്ടും ആ സമുദ്രത്തിൽ തന്നെ വന്നു ചേരുന്നുണ്ടല്ലോ. ഈ മാറ്റം എന്നെയും ബാധിക്കുമെന്നും വീണ്ടും നല്ല കാലം വരുമെന്നും കരുതി ഞാൻ ആ സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. ഇതറിയുന്നവൻ ദൈവനിശ്ചയത്തിനായി കാത്തുനിന്ന് പരിശ്രമിക്കുക തന്നെ വേണം. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് നീ ആലോചിക്കുന്നുണ്ടാവും. ദുഃഖിക്കുന്ന എന്നോട് നീ ചോദിക്കൂ. കാരണം അപ്പോൾ ഞാൻ പറയും, പാണ്ഡവരുടെ പത്നിയും പാഞ്ചാല രാജാവിൻ്റെ പുത്രിയുമായിട്ടുള്ള ഞാൻ ഒരു ദാസ്യപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. ഞാനല്ലാതെ ഉയർന്ന നിലയിൽ ഉണ്ടായിരുന്ന ഏത് സ്ത്രീയാണ് ഈ കഷ്ടപ്പാട് സഹിച്ച് ജീവിക്കാൻ പോകുന്നത്? കുരുവംശക്കാരും പാഞ്ചാലർക്കും പാണ്ഡവർക്കും അപമാനകരമല്ലേ എൻ്റെ ഈ ദാസ്യപ്പണി? മറ്റാരും തന്നെ ഇങ്ങനത്തെ ദുഃഖത്തിൽ അകപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ദൈവത്തിന് എന്തെങ്കിലും അപ്രിയം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഈ കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ കുറവുകൾ നീ കണ്ടില്ലേ? എനിക്ക് കാട്ടിൽ കഴിയുമ്പോഴും ഇത്ര ദുഃഖമുണ്ടായിരുന്നില്ല. ഭീമ, അപ്പോഴത്തെ സുഖം നീ അറിഞ്ഞിരുന്നതല്ലേ? ഞാനിപ്പോൾ ദാസിയായി സ്വാതന്ത്ര്യമില്ലാതെ യാതൊരു സമാധാനവും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. കരുതാതെ വന്ന് അനുഭവിച്ചാണ് ഈ തോൽവി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ഇന്ദ്രനെ പോലെ കരുത്തരായിട്ടുള്ള നിങ്ങൾ എൻ്റെ മുഖം നോക്കി നിൽക്കുന്നവരാണല്ലോ. അങ്ങനെയുള്ള ഞാൻ താഴ്ന്ന നിലയിലുള്ള ഒരു സ്ത്രീയുടെ മുഖം നോക്കി നിൽക്കേണ്ടവളായി. ഇതെനിക്ക് ചേർന്ന നിലയല്ലെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കാലവൈപരീത്യം കാണുക. കടലുകളിൽ ചുറ്റപ്പെട്ട ഈ ഭൂമി മുഴുവനും ആരുടെ കാൽക്കീഴിലാണോ അവൾ ഇന്ന് സുദേഷണയെ പേടിച്ച് നിൽക്കേണ്ടവളായിരിക്കുന്നു. കുന്തിപുത്ര, എനിക്ക് സഹിക്കാൻ കഴിയാത്ത ദുഃഖം നീ കേൾക്കുക. പണ്ട് എനിക്ക് വേണ്ടി ചന്ദനം പോലും ഞാൻ അരച്ചിരുന്നില്ല. കുന്തിക്ക് വേണ്ടി മാത്രമേ ഞാൻ അരച്ചിട്ടുള്ളൂ. ഇന്ന് സുദേഷണയ്ക്ക് വേണ്ടി ഞാൻ ചന്ദനം അരയ്ക്കുകയാണ്. അങ്ങനെ രണ്ട് കൈകളിലേക്ക് നോക്കൂ. ഇവ രണ്ടും മുമ്പ് ഇങ്ങനെയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് തഴമ്പിച്ച തൻ്റെ കൈകൾ ദ്രൗപദി ഭീമന് കാട്ടിക്കൊടുത്തു. അവൾ വീണ്ടും തുടർന്നു. കുന്തിയെയും നിങ്ങളെയും പേടിക്കാൻ ഒരിക്കലും ഇടയാകാത്ത ഞാൻ, ആരെയും പേടിക്കാത്ത ഞാൻ ഇന്ന് വിരാടൻ്റെ മുന്നിൽ ദാസിയായി പേടിച്ച് നിൽക്കുകയാണ്. ചന്ദനക്കൂട്ട് നന്നായോ എന്ന് വിരാടൻ എന്നോട് ചോദിക്കും. അദ്ദേഹത്തിന് മറ്റാരും അരച്ചു നൽകിയ തൃപ്തിയാവില്ല. ഭീമനോട് ഇപ്രകാരം സങ്കടം പറഞ്ഞ് ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ പതിയെ കരഞ്ഞ് ഭീമയെ നോക്കി നെടുവേർപ്പെട്ടു. ശബ്ദം വിറയ്ക്കുന്നതുപോലെ അവൾ വീണ്ടും പറഞ്ഞു, ഭീമ, ഞാൻ ദൈവങ്ങളോട് ചെയ്ത തെറ്റ് ചെറുതല്ല. നിർഭാഗ്യമായിട്ടുള്ള ഞാൻ മരിക്കേണ്ട സമയത്ത് ജീവിക്കുകയാണല്ലോ ചെയ്യുന്നത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഭാര്യയുടെ തഴമ്പിച്ച ചെറിയ കൈകൾ പിടിച്ച് സ്വന്തം മുഖത്തോട് ചേർത്ത് വെച്ച് ശത്രുക്കളെ നശിപ്പിക്കുന്നവനായിട്ടുള്ള ഭീമൻ കരഞ്ഞു. ആ കൈകൾ പിടിച്ച് കണ്ണുനീർ വാർത്തതിന് ശേഷം വലിയ ദുഃഖത്തോടു കൂടിയിട്ട് ഭീമൻ ഇപ്രകാരം പറഞ്ഞു, മുമ്പ് ചുവന്ന നിറമായിരുന്ന നിന്റെ കൈപ്പത്തുകൾ ഇപ്പോൾ ഇപ്രകാരം തഴമ്പ് കെട്ടിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈക്കരുത്തും അർജുനൻ്റെ ഗാംഭീര്യവും ഒന്നിനും കൊള്ളാത്തതാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. വിരാടൻ്റെ സഭയെ മുഴുവൻ ഞാൻ അന്ന് തന്നെ തകർത്തേനെ. പക്ഷേ എൻ്റെ നേരെ യുധിഷ്ഠിരൻ നോക്കി നിന്നു. അല്ലെങ്കിൽ ഐശ്വര്യം കൊണ്ട് അഹങ്കാരിയായിട്ടുള്ള കീചകൻ്റെ തല കളിക്കുന്ന ആനയെപ്പോലെ ഞാൻ അടിച്ച് തകർക്കുമായിരുന്നു. നിന്നെ കീചകൻ കാൽ കൊണ്ട് തട്ടുന്ന കണ്ടപ്പോൾ വിരാട രാജാവിൻ്റെ ആളുകളെ മുഴുവനും മർദ്ദിക്കാൻ ഞാൻ ആലോചിച്ചതാണ്. ഉടനെ യുധിഷ്ഠിരൻ എന്നെ കണ്ണിറക്കി തടഞ്ഞു. അല്ലയോ സുന്ദരി, ജ്യേഷ്ഠൻ്റെ ഇഷ്ടമറിഞ്ഞാണ് ഞാൻ അടങ്ങിയത്. രാജ്യം നഷ്ടപ്പെട്ടതും കൗരവന്മാരെ കൊല്ലാത്തതും ദുര്യോധനൻ, കർണൻ, ശകുനി, ദുശാസനൻ എന്നിവരെ തല കൊയ്യാതിരുന്നതും ഓർത്ത് എൻ്റെ ശരീരം നീറുകയാണ്. നെഞ്ചിൽ തറച്ച മുള്ളുപോലെ അതെന്നെ വേദനിപ്പിക്കുകയാണ്. അല്ലോ സുന്ദരി, നീ ധർമ്മം ഉപേക്ഷിക്കരുത്. നീ ദേഷ്യം കളയുക. നീ പറഞ്ഞ ഈ നിന്ദാവാക്കുകൾ ധർമ്മരാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ കേട്ടാൽ അദ്ദേഹം ജീവൻ കളഞ്ഞേക്കും. നീ പറഞ്ഞ ഈ വാക്കുകൾ അർജുനനോ നകലിനോ സഹദേവനോ കേട്ടാൽ അവർ പിന്നെ ജീവിച്ചിരിക്കുകയില്ല. അവർ മരിച്ചാൽ പിന്നെ എനിക്കും ജീവിക്കാൻ സാധിക്കില്ല. പണ്ട് ച്യവനമഹർഷിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുകന്യ അദ്ദേഹം ചിതൽപുറ്റാൽ മറിഞ്ഞുപോട്ടും പിന്തുടർന്നില്ലേ? ഇന്ദ്രസേനയുടെ മകളായിട്ടുള്ള നളായണി സൗന്ദര്യത്തിൽ പ്രശസ്തിയായിരുന്നില്ലേ? 1100 വർഷമാണ് വയസ്സായിട്ടുള്ള ഭർത്താവിനെ അവൾ പരിചരിച്ച് ജീവിച്ചത്. ജനകപുത്രിയായിട്ടുള്ള സീതയുടെ കഥ നീ കേട്ടിട്ടില്ലേ? അവൾ കൊടുങ്കാട്ടിൽ ഭർത്താവിനെ പരിചരിച്ചില്ലേ? രാക്ഷസൻ അവളെ അപഹരിച്ചുകൊണ്ട് പോയില്ലേ? രാവണൻ അവളെ തട്ടിക്കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയിട്ടും ആ സീതാദേവി ആശ്രയിച്ചത് തൻ്റെ ഭർത്താവായിട്ടുള്ള രാമനെയാണ്. ലോപമുദ്രയെപ്പറ്റി നീ കേട്ടിട്ടില്ലേ? സൗന്ദര്യവും യൗവനവും ഉണ്ടായിരുന്നിട്ടും അവൾ സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അഗസ്ത്യമുനിയെ വിവാഹം കഴിച്ചു. ദ്രുമൽസേനൻ്റെ മകനായിട്ടുള്ള സത്യവാനെ ധൈര്യവതിയായിട്ടുള്ള സാവിത്രി കാട്ടിലും പിന്തുടർന്നില്ലേ? ഇവരൊക്കെ പണ്ട് ജീവിച്ചിരുന്ന ഉത്തമരായിട്ടുള്ള സ്ത്രീകളാണ്. ദ്രൗപദി, നീയും അവരെപ്പോലെ സകല ഗുണങ്ങളും തികഞ്ഞവളാണ്. ദ്രൗപദി, ഇനി നിനക്ക് അധികകാലം ക്ഷമിക്കേണ്ടി വരില്ല. ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. 13 വർഷം കഴിയാറായി. കഴിഞ്ഞാൽ പിന്നെ നീ രാജാക്കന്മാരുടെ രാജ്ഞിയായി തിളങ്ങും. ദ്രൗപദി പറഞ്ഞു, ഭീമ, ഞാൻ രാജാവിനെ കുറ്റപ്പെടുത്തുകയല്ല. സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. ദുഃഖം സഹിക്ക വയ്യാതെ പറഞ്ഞു പോയതാണ്. കഴിഞ്ഞതൊക്കെ ഇനി എന്തിനു പറയുന്നു? ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനൊരുങ്ങുക. എൻ്റെ സൗന്ദര്യം കണ്ട് സുദേഷണ ഇപ്പോഴും സംശയിച്ചിരിക്കുകയാണ്. രാജാവിനെ ഇഷ്ടപ്പെടുമോ എന്ന് സുദേഷണയ്ക്ക് പേടിയുമുണ്ട്. കൗശലം കാണിക്കാൻ കീചകൻ മിടുക്കനുമാണ്. തൻ്റെ സഹോദരിയുടെ മനസ്സിലിപ്പ് കീചകൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ആ ദുഷ്ടൻ എന്നെ എപ്പോഴും മോഹിക്കുന്നത്. അവനെന്നെ തൊട്ടാൽ രാജാവിന് എന്നോട് വെറുപ്പ് തോന്നുമെന്നാണ് അവരുടെ രഹസ്യമായ ചിന്ത. കീചകൻ എന്നെ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ദേഷ്യമൊന്നുമെങ്കിലും അത് അടക്കിക്കൊണ്ടാണ് ആ കാമപ്രാന്തനോട് ഞാൻ മറുപടി പറഞ്ഞത്. ഭീമ, ഞാൻ ആ കീചകനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങേക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്നെ മോഹിക്കാതിരിക്കുക. 5 ഗന്ധർവന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഞാൻ. അവരെല്ലാവരും ശൂരന്മാരാണ്. ആ വീരന്മാരുടെ ഭാര്യ അങ്ങ് സ്പർശിച്ചാൽ അവർ കോപിച്ച് അങ്ങേ കുന്നുകളെ. ഞാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ ദുഷ്ടൻ അത് വലിയ കാര്യമാക്കി എടുത്തില്ല. അല്ലയോ സൈരന്ധ്രി,
എനിക്ക് ഗന്ധർവന്മാരെ ഒട്ടും പേടിയില്ല. 100 1000 ഗന്ധർവന്മാർ വന്നാലും അവരെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കുന്നുകളയും. മനോഹരിയായിട്ടുള്ള നീ എന്നെ സ്വീകരിക്കാൻ മടിക്കേണ്ട. ഇപ്രകാരം പറയുന്ന കാമഭ്രാന്തനായിട്ടുള്ള അവനോട് ഞാൻ ധീരമായി പറഞ്ഞു, പേരുകേട്ട ഗന്ധർവന്മാരോട് എതിർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞാൻ ഒരു കാരണവശാലും ധർമ്മത്തിൽ നിന്ന് മാറുകയില്ല. കുടുംബത്തിനും സ്വഭാവത്തിനും വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കുകയില്ല. എന്നെ ആരെങ്കിലും ബലമായി സ്പർശിച്ചാൽ അവൻ തീർച്ചയായിട്ടും വധിക്കപ്പെടും. മറ്റൊരാളെ കൊല്ലണമെന്നുള്ള ആഗ്രഹം എനിക്കില്ലാത്തതുകൊണ്ടാണ് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മാറിപ്പോകാൻ ഞാൻ അങ്ങയോട് പറയുന്നത്. ഞാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ ദുഷ്ടൻ ഉറക്കെ ചിരിച്ചു. പിന്നെ അവനും സുദേഷണയും കൂടി ആലോചിച്ചിട്ട് എന്നെ ചതിക്കാൻ തീരുമാനിച്ചു. സഹോദരൻ്റെ ഇഷ്ടം മനസ്സിൽ കരുതി സുദേഷണ എന്നെ സ്നേഹത്തോടെ വിളിച്ചിട്ട് കീചകൻ്റെ വീട്ടിൽ ചെന്ന് മദ്യം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ കീചകൻ എന്നോട് കൊഞ്ചാൻ തുടങ്ങി. അവൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ വശപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ ദേഷ്യപ്പെട്ട് എന്നെ ബലമായി പിടിക്കാനൊരുങ്ങി. ആ ദുഷ്ടൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയപ്പോൾ ഞാൻ രാജാവ് ഇരിക്കുന്നിടത്തേക്ക് ഓടിപ്പോയി. രാജാവ് നോക്കി നിൽക്കെ തന്നെ അവൻ പിന്നാലെ ഓടി വന്ന് എന്നെ പിടിച്ചു. അവനെന്നെ ബലമായി പിടിച്ചു മാറ്റി കാൽ കൊണ്ടടിച്ചു. വിരാട രാജാവ് ഇതൊക്കെ നോക്കി നിന്നു. കങ്കനും നോക്കി നിന്നു. തേരാളികളും നർത്തകന്മാരും കച്ചവടക്കാരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ആ ദുഷ്ടൻ എന്നെ അപമാനിച്ചു. ഞാൻ രാജാവിനെയും കങ്കനെയും കുറ്റപ്പെടുത്തി കഠിനമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. രാജാവാകട്ടെ അവനെ തടയാനോ അവൻ്റെ മോശം പ്രവൃത്തിയെ അവസാനിപ്പിക്കാനോ ഒന്നും ചെയ്തില്ല. വിരാട് രാജാവിൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ടുള്ള കീചകൻ ധർമ്മമില്ലാത്തവനും ക്രൂരനുമാണ്. അഹങ്കാരിയും പാപിയുമായിട്ടുള്ള അവൻ കൊട്ടാരത്തിലെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവനാണ്. പരസ്ത്രീകളെ സ്പർശിക്കാൻ മടിയില്ലാത്തവനുമാണ്. അഹങ്കാരിയായിട്ടുള്ള അവൻ ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പണം അവൻ തട്ടിപ്പറിക്കും. അവൻ ഒരിക്കലും നല്ല വഴിയിൽ നടക്കില്ല. അവൻ ഒരിക്കലും ധർമ്മം പാലിക്കുകയുമില്ല. പാപിയായി അവൻ കാമത്തിന് അടിമപ്പെട്ട് എന്നെ കാണുമ്പോഴൊക്കെ ഉപദ്രവിക്കും. ഞാൻ മരിച്ചു പോയെന്നും വരാം. അങ്ങനെ സംഭവിച്ചാൽ ധർമ്മനിഷ്ഠയുള്ള നിങ്ങളുടെ ധർമ്മം നശിച്ചു പോയെന്നും വരാം. സമയം കാത്ത് ക്ഷമിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഭാര്യയെ നഷ്ടമാകും. ഭാര്യയെ രക്ഷിച്ചാൽ സ്വന്തം ആത്മാവിനെ രക്ഷിച്ചതായി കരുതാം. മക്കളെ രക്ഷിച്ചാൽ ആത്മാവിനെ കാത്തതായി കരുതാം. ആത്മാവ് ഏത് വഴിയിലാണോ ജനിക്കുന്നത് അവളാണ് ഭാര്യ. ജായ് എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. തൻ്റെ മക്കളുടെ ജനനമോർത്ത് ഭാര്യ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ക്ഷത്രിയർക്ക് ശത്രുക്കളെ നശിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു ധർമ്മമില്ലെന്നാണ്. ധർമ്മരാജാവ് നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് കീചകൻ കാൽ കൊണ്ട് എന്നെ അടിച്ചു. അത് അങ്ങേയും കണ്ടതാണല്ലോ. ഭീമ, അങ്ങ് ഘോരനായിട്ടുള്ള ജഡാസുരനെ യുദ്ധത്തിൽ ജയിച്ചു. ഈ പാപിയെയും അങ്ങ് വധിക്കണം. രാജസേവകനായിട്ടുള്ള കീചകൻ എന്നെ വല്ലാതെ അലട്ടുന്നു. പാറമേൽ ചുറ്റകൊണ്ട് അടിക്കുന്നത് പോലെ ആ കാമിയെ നീ അടിച്ചു തകർക്കുക. എനിക്ക് ഏറ്റവും വലിയ ആപത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണവൻ. അവൻ ജീവിച്ചിരിക്കെ നാളെ രാവിലെ സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ഞാൻ വിഷം കഴിക്കും. കീചകൻ മര്യാദയില്ലാതെ നിൽക്കുകയാണ്. ഭീമ, നിന്റെ മുമ്പിൽ വെച്ച് മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ദ്രൗപദി ഭീമൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കരഞ്ഞു. ഭീമൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ബുദ്ധിമതിയായിട്ടുള്ള പാഞ്ചാലിയോട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ആശ്വാസം നൽകി. കണ്ണുനീർ പൊഴിയുന്ന അവളുടെ മുഖം കൈകൊണ്ട് തുടച്ചു. സങ്കടപ്പെടുന്ന അവളോട് ദേഷ്യത്തോട് ഭീമൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാൻ ചെയ്യും. ഇന്ന് ആ കീചകനെ അവൻ്റെ ബന്ധുക്കളോട് കൂടിയിട്ട് ഞാൻ വധിക്കും. ഈ രാത്രിയുടെ തുടക്കത്തിൽ തന്നെ അവനുമായിട്ട് കൂടാമെന്ന് സമ്മതം നൽകുക. സങ്കടവും ദുഃഖവും ഒക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടെ അവനോട് സംസാരിച്ച് ഏർപ്പാടുണ്ടാക്കുക. വിരാട് രാജാവ് പണി കഴിപ്പിച്ച നൃത്തശാലയിൽ പകൽ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ രാത്രിയിൽ വീട്ടിൽ പോകുമല്ലോ. അപ്പോൾ നൃത്തശാല വിജനമാകും. ബലമുള്ളത് മനോഹരമായിട്ടുള്ള ഒരു കട്ടിലുണ്ട്. അതിൽ വെച്ച് അവൻ്റെ മരിച്ചുപോയ മുൻഗാമികളെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. അവനുമായി നീ സംസാരിക്കുന്നത് ആരും കാണരുത്. അവൻ അവിടെ വരാൻ വേണ്ടത് നീ ചെയ്തുകൊള്ളുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അവർ ഇപ്രകാരം സംസാരിച്ച് സങ്കടപ്പെട്ട് പിരിഞ്ഞു. ആ ഭയങ്കരമായിട്ടുള്ള രാത്രി അവർക്ക് വളരെ നീളമുള്ളതായി തോന്നി. അന്ന് രാത്രി സമയം ഒട്ടും നീങ്ങുന്നില്ലായിരുന്നു. പിറ്റേന്ന് പ്രഭാതമായി. രാവിലെ എഴുന്നേറ്റ് കീചകൻ കൊട്ടാരത്തിൽ വന്ന് ദ്രൗപദിയോട് പറഞ്ഞു, സഭയിൽ രാജാവ് നോക്കി നിൽക്കെ ഞാൻ നിന്നെ കാൽകൊണ്ട് തട്ടി വീഴ്ത്തിയില്ലേ? ബലവാനായിട്ടുള്ള ഞാൻ പിടിച്ചാൽ പിന്നെ അതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല. ഇനി എന്താണ് നടന്നെന്നുള്ളത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. അപ്പം ക്ഷമാപൂർവ്വം കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇവിടെ വ്യാസഭഗവാന് എത്ര വിശദമായിട്ടാണോ കഥ രചിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ അതിൽ നിന്നൊരു മാറ്റവും ഇല്ലാതെയാണ് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി മലയാളത്തിലേക്കുള്ള വ്യാകരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ രംഗത്തിൽ പോലും വലിയ വിശദീകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതേപോലെ അവതരിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു ധർമ്മമായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കുറേ വിശദമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെ തന്നെ പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാനിത് തുടങ്ങിയതും. അപ്പം എൻ്റെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.